നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കേരളീയം വെബ് മാഗസിനിൽ വന്നൊരു പ്രത്യേക റിപ്പോർട്ടാണ്. ഇതിന്റെ തലക്കെട്ട് തന്നെ എന്താ പറയുക, അല്പം ഞെട്ടിക്കുന്നതാണ്. വെള്ളാപ്പള്ളിയുടെ 60 വിദ്വേഷ പ്രസ്താവനകൾ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഏകദേശം ഒരു 8 മാസത്തിനിടെ നടത്തിയ, അതായത് 255 ദിവസങ്ങൾക്കിടയിൽ നടത്തിയ 60 പ്രസ്താവനകൾ ഒരുമിച്ച് ചേർത്ത് വച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട്. അതെ, 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള പ്രസ്താവനകളാണ്. ഇതിലെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിൽ ഓരോരോ പ്രസ്താവനകളായിട്ടാണ് ഇത് കാണുന്നത്. എന്നാൽ അവയെല്ലാം ഒരുമിച്ചൊരു ടൈം ലൈനിൽ കാണുമ്പോൾ അതിനൊരു പ്രത്യേക പാറ്റേൺ തെളിഞ്ഞുവരും. ശരിയാണ്. ഈ ലേഖനം അവയെ ഇസ്ലാമോഫോബിക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഇവിടെ പക്ഷം പിടിക്കുക എന്നതല്ല, മറിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ പ്രസ്താവനകളിലെ പൊതുവായ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ആഴത്തിലൊന്ന് പരിശോധിക്കുകയാണ്. തീർച്ചയായും ഒരു വസ്തുതാപരമായ വിശകലനം. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? ഈ റിപ്പോർട്ട് അനുസരിച്ച് ഈ പ്രസ്താവനകളിൽ സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു കേന്ദ്രബിന്ദുവുണ്ട്: മലപ്പുറം ജില്ല. ഏപ്രിൽ 5-ന് നിലമ്പൂരിൽ നടത്തിയ ഒരു പ്രസംഗത്തിലെ ഉദ്ധരണിയോടെയാണ് റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഒരു ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേക രാജ്യം എന്നൊക്കെ പറയുന്നത് അല്പം കടന്നൊരു പ്രയോഗമല്ലേ? വളരെ ശക്തമായൊരു പ്രയോഗമാണത്. അവിടെ ഒരു ജില്ലയെക്കുറിച്ചല്ല, മറിച്ച് കേരളത്തിനുള്ളിലുള്ള മറ്റൊരു രാഷ്ട്രീയ അസ്തിത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് തോന്നും. അതൊരു തുടക്കം മാത്രമാണ്. അതേ പ്രസംഗത്തിൽ തന്നെ പ്രത്യേക രാജ്യത്ത് ഭയന്നു ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള പിന്നാക്കക്കാർ എന്നും, സ്വതന്ത്രമായ വായു ശ്വസിച്ച് മലപ്പുറത്ത് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറയുന്നുണ്ട്. വൽക്കരിക്കപ്പെട്ട സ്ഥലമാണെന്നൊരു ചിത്രം വരയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഒരു ഭയത്തിന്റെ ആഖ്യാനമുണ്ടാക്കിയെടുക്കുകയാണ്. ശരിയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. മലപ്പുറത്ത് ഈഴവ സമുദായത്തിന് ശ്മശാനങ്ങൾ പോലുമില്ല, ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം പോലും നൽകിയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. പിന്നെ ഓഗസ്റ്റ് 9-ലെ ഒരു പ്രസംഗത്തിൽ നോമ്പുകാലത്ത് മലപ്പുറത്തൊരു ചായക്കട പോലും തുറക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ സാമാന്യവൽക്കരിക്കുകയാണോ? അതാണ് അതിലെ ഒരു തന്ത്രമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ എവിടെയെങ്കിലും ഒരു ചായക്കട അടച്ചിട്ടിട്ടുണ്ടാവാം. പക്ഷെ അതിനെ മലപ്പുറത്ത് ഒരിടത്തും തുറക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ജില്ല മുഴുവൻ ഒരു തരം മതപരമായ അസഹിഷ്ണുതയുടെ കേന്ദ്രമാണെന്ന ധ്വനിയാണ് വരുന്നത്. ഓരോ ചെറിയ സംഭവങ്ങളെയും ഒരു വലിയ സാമൂഹിക പ്രശ്നമായി പർവ്വതീകരിക്കുന്ന ഒരു രീതി. ഈ പ്രസ്താവനകളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മലപ്പുറം എന്ന ജില്ലയെ ഒരു പ്രത്യേക സമുദായത്തിന്റെ ആധിപത്യത്തിന്റെ, അനീതിയുടെ, ഭയത്തിന്റെ ഒക്കെ ഒരു പ്രതീകമായി മാറ്റിയെടുക്കുന്നതായി കാണാം. ഈ ചിന്തയെ ഉറപ്പിക്കുന്ന പോലെയാണ് ഡിസംബർ 17-ലെ ഒരു വാർത്താസമ്മേളനത്തിലെ പരാമർശം. ലേഖനം ഉദ്ധരിക്കുന്നത് മലപ്പുറത്തുകാർക്ക് എന്തൊരു ധാർഷ്ട്യമാണ്, എന്തൊരു അഹങ്കാരമാണ്. ഒരു ജില്ലയിലെ മുഴുവൻ ആളുകളെയും ചേർത്താണിത് പറയുന്നത്. അപ്പോൾ ഈ മലപ്പുറം എന്ന ഭൂമികയെ ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ്. അതെ, അവിടെ നിന്നാണ് ഈ വാദങ്ങളെല്ലാം തുടങ്ങുന്നത്. ഒരു എനിമി ടെറിട്ടറി അഥവാ ശത്രുപ്രദേശം എന്ന ആശയം ഉണ്ടാക്കിയെടുക്കുന്നു. അവിടെ നിന്നാണ് സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ആ പ്രദേശത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ശക്തിയിലേക്കുള്ള വിമർശനമായി അത് വളരുന്നത്. കൃത്യം. മലപ്പുറത്തെക്കുറിച്ചുള്ള ഈ വിമർശനം സ്വാഭാവികമായും ചെന്നെത്തുന്നത് ആ ജില്ലയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷിയായ മുസ്ലിം ലീഗിലേക്കാണല്ലോ. ലീഗിനെതിരും ഇതിലും ശക്തമായ രൂപകങ്ങളാണ് ലേഖനം മുന്നോട്ട് വയ്ക്കുന്നത്. ഒക്ടോബർ 11-ലെ ഒരു പ്രസംഗത്തിൽ ലീഗിനെ രാജ്യവിഭജനത്തിന്റെ സന്തതിയെന്നും മതരാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെന്നും വിശേഷിപ്പിക്കുന്നു. ഇത് വെറുമൊരു രാഷ്ട്രീയ വിമർശനമല്ലല്ലോ. അല്ലേയല്ല, അത് പാർട്ടിയുടെ ചരിത്രത്തെയും ഉദ്ദേശശുദ്ധിയെയും തന്നെ ചോദ്യം ചെയ്യലാണ്. രാജ്യവിഭജനത്തിന്റെ സന്തതി എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ വേരുകൾ ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ടതാണെന്നും അതിനാൽ അവരുടെ കൂർ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും പരോക്ഷമായി പറയുകയാണ്. ശരിയാണ്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ജൂലൈ 27-ലെ ആ പ്രയോഗം വരുന്നത്. ലീഗ് നമ്മളെ കാർന്നു തിന്നുന്ന ക്യാൻസറായി മാറിക്കഴിഞ്ഞു. ക്യാൻസർ, പൊട്ടാസ്യം സയനൈഡ്. ശരിക്കും രാഷ്ട്രീയ എതിരാളികളെക്കുറിച്ച് സംസാരിക്കാൻ എന്തിനാണ് ഇത്തരം മെഡിക്കൽ കെമിക്കൽ വാക്കുകൾ ഉപയോഗിക്കുന്നത്? നവംബർ 2-ന് കോഴിക്കോട് വെച്ച് പറയുന്നു, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡാണ് മുസ്ലിം ലീഗെന്ന്. എന്താണ് ഇതിന്റെ ഒരു മനഃശാസ്ത്രം? വളരെ രസകരമായ ഒരു ചോദ്യമാണിത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ രോഗത്തോടോ വിഷത്തോടോ ഉപമിക്കുമ്പോൾ നിങ്ങൾ അവരെ ഒരു ആശയപരമായ എതിരാളിയായിട്ടല്ല കാണുന്നത്, മറിച്ച് ഇല്ലാതാക്കപ്പെടേണ്ട ഒരു വിപത്തായിട്ടാണ്.
ക്യാൻസറിനോട് നമ്മൾ സംവാദം നടത്താറില്ല, അതിനെ മുറിച്ചുമാറ്റുകയാണ് വേണ്ടത്. സയനൈഡ് അപകടകരമായ വിഷമാണ്. അപ്പോൾ ലീഗ് എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു രാഷ്ട്രീയ കക്ഷിയല്ല, അല്ല, മറിച്ച് സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടേണ്ട ഒരു രോഗാണുവാണെന്ന സന്ദേശമാണ് ഇത്തരം രൂപകങ്ങൾ നൽകുന്നത്. അത് അനുയാളികളെ വൈകാരികമായി ഒന്നിപ്പിക്കാൻ വളരെ സഹായകമാണ്. ഇത് ലീഗിൽ മാത്രം ഒതുങ്ങുന്നുമില്ല. കേരളത്തിലെ പ്രധാന മുന്നണികളെയും ഇതിലേക്ക് വലിച്ചിറക്കുന്നുണ്ട്. കോൺഗ്രസ് ലീഗിനടിമപ്പെട്ടു, ഇടത് സർക്കാർ പോലും ലീഗിന് മുന്നിൽ മുട്ടിലിഴയുന്നു എന്നൊക്കെ പറയുമ്പോൾ കേരള രാഷ്ട്രീയം മുഴുവൻ ലീഗിന്റെ നിയന്ത്രണത്തിലാണെന്നൊരു ചിത്രമാണ് നൽകുന്നത്, അല്ലേ? അതെ, ഇടതുപക്ഷ സർക്കാർ പോലും മുസ്ലിം ലീഗിനു മുന്നിൽ മുട്ടിലിഴയേണ്ട സ്ഥിതിയാണ് എന്ന് ജൂലൈ 20 പറയുമ്പോൾ അത് കേൾക്കുന്ന ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു ഈഴവ സമുദായ അംഗത്തിന് അവർക്ക് സ്വന്തം സർക്കാർ പോലും തങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കാം. ഇത് രണ്ട് മുന്നണികളിൽ നിന്നും തങ്ങളുടെ സമുദായത്തെ അകറ്റി തനിക്ക് പിന്നിൽ അണിനിരത്താനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായി ലേഖനം ഇതിനെ കാണുന്നു. എന്നാൽ വിമർശനങ്ങൾ വരുമ്പോൾ ഞാൻ മുസ്ലിം വിരോധിയല്ല, ലീഗിന്റെ അനീതിയെയാണ് എതിർക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രതിരോധ തന്ത്രവും ഇതിലുണ്ട്. ഒക്ടോബർ 17 പകൽ ലീഗും രാത്രി പോപ്പുലർ ഫ്രണ്ടുമാകുന്ന നേതാക്കൾ എന്ന പ്രയോഗം അതിന് ശക്തി പകരാനാണോ? തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമുണ്ടെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന് തെളിവായി ഓഗസ്റ്റ് 10 ഒരു പ്രസ്താവന റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട്. മതേതരം പറയുന്ന ലീഗിന് എന്താണ് മറ്റു സമുദായത്തിൽ നിന്നും ഒരു മന്ത്രിയുണ്ടാകാത്തത്? മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നോക്കിയാൽ മനസ്സിലാവും അവരുടെ വർഗീയത. ഒരു പാർട്ടിയുടെ ആന്തരിക നിയമനങ്ങളെ ചൂണ്ടിക്കാട്ടി അവരുടെ മതേതരവാദങ്ങളെ പൊള്ളയാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണിത്. അപ്പോൾ മലപ്പുറം എന്ന പ്രതീകത്തിൽ നിന്ന് തുടങ്ങി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ ശത്രുവിനെ നിർവചിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഈഴവ സമുദായം എങ്ങനെയാണ് നിരന്തരം അവഗണിക്കപ്പെടുന്നു എന്ന വാദത്തിലേക്ക്. ജൂലൈ 20 ആ പ്രയോഗം വളരെ ശക്തമാണ്. വിരുന്നു വന്നവർ വീട്ടുകാരും വീട്ടുകാർ പുറമ്പോക്കിലുമായി. അത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. വീട്ടുകാർ എന്നത് തങ്ങളാണ്, ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികൾ. വിരുന്നു വന്നവർ എന്നത് മറ്റു സമുദായങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾ. ശരി. കാലക്രമേണ ഈ മണ്ണിൽ അവകാശമില്ലാത്തവർ അധികാരം പിടിച്ചെടുക്കുകയും യഥാർത്ഥ അവകാശികൾ പുറമ്പോക്കിലേക്ക്, അതായത് സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു എന്നൊരു ചരിത്രപരമായ ഇരവാദം, വിക്ടിംഹുഡ് നറേറ്റീവ് അതിലുണ്ട്. ഇത് തലമുറകളായി തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇരവാദത്തിന് ശക്തി പകരാൻ സാമ്പത്തികവും സാമൂഹികവുമായ ഉദാഹരണങ്ങളും നിരത്തുന്നു. കേരളത്തിലെ ഈഴവർക്ക് ഏറ്റവും പ്രാധാന്യം കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണ് എന്ന് ജൂലൈ 19 പരിഹസിക്കുന്നു. തൊട്ടുപിന്നാലെ ഓഗസ്റ്റ് 16 പറയുന്നു, മുസ്ലിമിന്റെയും ക്രിസ്ത്യൻസിന്റെയും വീട്ടിൽ സർക്കാർ ഖജനാവിലുള്ള കോടികളാണ് ശമ്പളമായി എത്തുന്നത്. അപ്പോൾ തടി വരും, നമ്മളെപ്പോലെ ഇങ്ങനെ ഉണങ്ങിയിരിക്കില്ല. സർക്കാർ ജോലിയെയും ശമ്പളത്തെയും പോലും സമുദായത്തിന്റെ തടിവെക്കുന്നതുമായി ബന്ധിപ്പിക്കുന്നത് വളരെ വിചിത്രമായി തോന്നുന്നു. അതാണ് സാമൂഹിക സാമ്പത്തിക വിഷയങ്ങളെ ഒരു സീറോ സം ഗെയിം ആയി അവതരിപ്പിക്കുന്നത്. അതായത് സർക്കാർ ഖജനാവിലെ പണം പരിമിതമാണ്. അതിൽ ഒരു ഭാഗം ഒരു സമുദായത്തിന് ശമ്പളമായി കിട്ടുമ്പോൾ അത് മറ്റേ സമുദായത്തിന് കിട്ടാതെ പോകുന്ന നഷ്ടമാണ്. അവരുടെ നേട്ടം നമ്മുടെ നഷ്ടം. ഈ ഉണങ്ങിയ ശരീരവും തടിച്ച ശരീരവും എന്ന താരതമ്യം വളരെ ലളിതവും എന്നാൽ വൈകാരികമായി ശക്തവുമാണ്. അത് അണികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. വിദ്യാഭ്യാസ രംഗത്തെ അവഗണനയും ഇതേപോലെയാണ് ഉന്നയിക്കുന്നത്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായി ഒരു മുസ്ലിമിനെ നിയമിച്ചതിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. അതെ, ഗുരുവിന്റെ ചിത്രം പോലും കണ്ടിട്ടില്ലാത്ത പ്രവാസിയായ മുസ്ലിമിനെയാണ് VC ആക്കിയത് എന്നാണ് ജൂൺ 23 പ്രസംഗത്തിൽ പറയുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ തന്ത്രം കാണാം. ഒരു സമുദായത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട സർവകലാശാലയുടെ തലപ്പത്ത് ആ സമുദായത്തിൽ നിന്നുള്ള ആൾ വേണ്ടേ എന്ന വളരെ ലളിതമായ ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യം എതിർക്കാൻ വന്നത് മുസ്ലിം ലീഗാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ താൻ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളെയും അവസാനം ലീഗ് എന്ന രാഷ്ട്രീയ ശത്രുവുമായി ബന്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ശരിയാണ്. ഇനി നമുക്ക് രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങളിൽ നിന്നും മാറി
സംസ്കാരത്തെയും ചരിത്രത്തെയും ഈ പ്രസ്താവനകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. സ്കൂളുകളിലെ സൂംബ ഡാൻസ്, സ്കൂൾ സമയമാറ്റം എന്നിവയെ ചില മുസ്ലിം സംഘടനകൾ എതിർത്തപ്പോൾ അതിനെതിരെ വലിയ വിമർശനമാണ് വന്നത്. ഇത് അറബി രാജ്യമാണോ എന്ന് യോഗനാഥം മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട്. സൂംബ ഡാൻസ് പോലും ഒരു സാംസ്കാരിക പ്രശ്നമാവുകയാണോ കേരളത്തിൽ? ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സൂക്ഷ്മമാകുന്നത്. സുംബ ഡാൻസ് എന്നത് ഒരു വ്യായാമ രീതിയാണ്. പക്ഷെ അതിനെ ഒരു പാശ്ചാത്യ അല്ലെങ്കിൽ അനിസ്ലാമിക കാര്യമായി ചിത്രീകരിച്ച് എതിർക്കുമ്പോൾ ആ എതിർപ്പിനെ കേരളത്തിന്റെ പൊതുസംസ്കാരത്തിന് നേരെയുള്ള ഒരു സമുദായത്തിന്റെ കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ്. ഇത് അറബി രാജ്യമല്ല എന്ന് പറയുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക മതത്തിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഇടമാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. സർക്കാരുകൾ ഇത്തരം എതിർപ്പുകൾക്ക് വഴങ്ങുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് ജൂലൈ 19 കാന്തപുരം പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതി കേരള ഗവൺമെന്റ് എന്ന സ്ഥിതിയാണ് എന്ന പരാമർശം. ചരിത്രത്തിന്റെ കാര്യത്തിലും ഈ സമീപനം വളരെ വ്യക്തമാണ്. ടിപ്പുവിന്റെ പടയോട്ടത്തെയും മലബാർ ലഹളയെയും സ്വാതന്ത്ര്യസമരമായി കാണുന്നതിനെതിരെ ഓഗസ്റ്റ് 10 അദ്ദേഹം ശക്തമായി പ്രതികരിക്കുന്നു. നാടും ക്ഷേത്രങ്ങളും കൊള്ളയടിച്ചും കൊലവിളിച്ചും നടത്തിയ, വെട്ടിയും കുത്തിയും സ്ത്രീകളെ ഉപദ്രവിച്ചും നടത്തിയ സംഭവങ്ങൾ എങ്ങനെ സ്വാതന്ത്ര്യസമരമാകും എന്നാണ് ചോദ്യം. ഇത് ചരിത്രത്തെക്കുറിച്ചുള്ള നിലവിലെ ഔദ്യോഗിക വ്യാഖ്യാനങ്ങളെ നേരിട്ട് ചോദ്യം ചെയ്യലാണ്. പക്ഷേ അതിലും അപ്പുറത്തേക്ക് പോകുന്ന ഒരു വാദം സെപ്റ്റംബർ 4 അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതെന്താണ്? ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്താൻ കാരണം മാപ്പിള ലഹളയാണ് എന്ന്. ലഹളയുടെ ഭീകരത കണ്ടാണ് ഗുരു എല്ലാ മതവും ഒന്നാണെന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചതാണ് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഒരു മിനിറ്റ്. പക്ഷേ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ മാപ്പിള ലഹളയുമായി മാത്രം ബന്ധിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പരിമിതപ്പെടുത്തുന്ന ഒരു വ്യാഖ്യാനമല്ലേ? അതിന് മറ്റ് സാമൂഹിക പശ്ചാത്തലങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഗുരുവിന്റെ ദർശനങ്ങൾ അതിലും വളരെ വലുതല്ലേ? തീർച്ചയായും. അതാണ് ചരിത്രത്തെ പുനർവ്യാഖ്യാനം ചെയ്യുന്നതിലെ രാഷ്ട്രീയം. ഗുരുവിന്റെ സർവമത സമ്മേളനത്തിന് ജാതിവ്യവസ്ഥയ്ക്കെതിരായ പോരാട്ടം ഉൾപ്പെടെ പല സാമൂഹിക കാരണങ്ങളുണ്ട്. എന്നാൽ അതിനെയെല്ലാം മാറ്റിവെച്ച് മാപ്പിള ലഹള എന്ന ഒരൊറ്റ സംഭവത്തിന്റെ പ്രതികരണമായി അതിനെ ചുരുക്കുമ്പോൾ ഗുരുവിന്റെ ദർശനങ്ങളെപ്പോലും വർത്തമാനകാലത്തെ ഒരു രാഷ്ട്രീയ സംവാദത്തിന്റെ ഭാഗമാക്കുകയാണ്. ഒരു പ്രത്യേക സമുദായത്തിന്റെ ചെയ്തികൾക്കെതിരായ പ്രതികരണമായാണ് ഗുരുവിന്റെ നവോത്ഥാന ശ്രമങ്ങൾ പോലും നടന്നതെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമായി അതിനെ കാണാം. ഈ പ്രസ്താവനകൾ നടത്തുന്ന രീതിയെക്കുറിച്ച് തന്നെ ഈ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ തന്ത്രപരമായിട്ടാണ് എനിക്ക് തോന്നിയത്. വി.എസ്. അച്യുതാനന്ദനും എ.കെ. ആന്റണിയും മുൻപ് നടത്തിയ മുസ്ലിം സമുദായത്തെ വിമർശിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെട്ട പ്രസംഗങ്ങളുടെ വീഡിയോ ക്ലിപ്പുകൾ കാണിച്ചിട്ടാണ് പലപ്പോഴും വെള്ളാപ്പള്ളി പ്രസംഗം തുടങ്ങുന്നത് എന്ന്. ശരിക്കും അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതൊരു പുതിയ തന്ത്രമാണല്ലോ. വളരെ സീറുക്കാനിയ ഒരു നീക്കമാണത്. അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മാത്രമല്ല ഇത് പറയുന്നത്, മുൻപും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതെ, കേരളം ഭരിച്ച 2 പ്രമുഖ മുഖ്യമന്ത്രിമാരും, ഒരാൾ ഇടതുപക്ഷത്തുനിന്നും മറ്റൊരാൾ വലതുപക്ഷത്തുനിന്നും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുക. ഇത് തന്റെ വാദങ്ങൾക്ക് ഒരുതരം നിയമസാധുതയും സ്വീകാര്യതയും നൽകും. 2, ഇത് കേൾക്കുന്ന കോൺഗ്രസ് CPM അണികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കും. നമ്മുടെ നേതാക്കൾ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ടാവില്ലേ എന്നൊരു ചിന്തയുണ്ടാക്കാൻ ഇത് സഹായിക്കും. അതുപോലെ വിമർശനങ്ങൾ വരുമ്പോഴുള്ള പ്രതിരോധവും രസകരമാണ്. താൻ മുസ്ലിം വിരോധിയല്ലെന്ന് സ്ഥാപിക്കാൻ ജൂലൈ 21 അദ്ദേഹം പറയുന്ന ന്യായമിതാണ്. 30 വർഷമായി യോഗത്തിന്റെ കണക്ക് പരിശോധിക്കുന്നത് റഹീം അസോസിയേറ്റാണ്. യോഗത്തിനെതിരായ കേസുകൾ വാദിക്കുന്നത് കൊല്ലത്തെ നിസാർ എന്ന അഭിഭാഷകനാണ്. ഇത് വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ഐ ഹാവ് എ ബ്ലാക്ക് ഫ്രണ്ട് വാദം പോലെ. തനിക്ക് വ്യക്തിപരമായി മുസ്ലിങ്ങളുമായി നല്ല ബന്ധങ്ങളുണ്ട്, അതിനാൽ താൻ പറയുന്നതൊന്നും മുസ്ലിം വിരോധം കൊണ്ടല്ല, അല്ല, മറിച്ച് സാമൂഹിക നീതിക്ക് വേണ്ടിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. ഇത് വിമർശനങ്ങളുടെ രാഷ്ട്രീയപരമായ മുനയൊടിക്കാനും അതിനെ വ്യക്തിപരമായ തലത്തിലേക്ക് മാറ്റാനും സഹായിക്കും. അപ്പോൾ ഈ ചർച്ചയുടെ ആകത്തുക എന്താണ്? കേരളീയം മാഗസിൻ റിപ്പോർട്ട് ചെയ്ത ഈ 60 പ്രസ്താവനകളും ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെയാണ്. മലപ്പുറത്തെ ഒരു പ്രതീകമായി ഉപയോഗിക്കുന്നു, മുസ്ലിം ലീഗിനെ മുഖ്യ ശത്രുവായി അവതരിപ്പിക്കുന്നു, ഈഴവ സമുദായം അനുഭവിക്കുന്ന അനീതികൾ എടുത്തുപറയുന്നു, ചരിത്രത്തെയും സംസ്കാരത്തെയും ഒരു സംഘർഷ മേഖലയാക്കി മാറ്റുന്നു. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ലേഖനത്തിലെ പ്രസ്താവനകൾ ഒരുമിച്ചു പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ
എല്ലാ പ്രശ്നങ്ങളെയും രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായിട്ടാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. സംവരണം, സർക്കാർ ജോലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ അധികാരം ഇവയെല്ലാം ഒരു വിഭാഗം തട്ടിയെടുക്കുന്നു, മറ്റൊരു വിഭാഗത്തിന് അത് നഷ്ടപ്പെടുന്നു എന്ന രീതിയിലാണ് അവതരണം. നമ്മളും അവരും എന്നൊരു വേർതിരിവ്. അതെ, ഓരോ വിഷയത്തെയും നമ്മളും അവരുമെന്ന രീതിയിൽ വിഭജിക്കുന്ന ഒരു ശൈലി ഈ പ്രസ്താവനകളിലുടനീളം നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കുള്ളൊരു ചിന്ത: ഈ ലേഖനം 255 ദിവസത്തിനുള്ളിൽ 60 പ്രസ്താവനകൾ രേഖപ്പെടുത്തുന്നു. അതായത് ശരാശരി 4 ദിവസത്തിൽ ഒരു പ്രസ്താവന. ഓരോ പ്രസ്താവനയും പത്രങ്ങളിൽ ഒറ്റപ്പെട്ട വാർത്തയായി വായിച്ചു പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിൽ ഒരുമിച്ച് ഒരു പാറ്റേണായി കാണുമ്പോൾ അത് നമ്മുടെ പൊതുസമൂഹത്തിലെ സംവാദങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്കെന്ത് പുതിയ ഉൾക്കാഴ്ചയാണ് നൽകുന്നത്?